അടുത്ത ഒരു റിസൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ +1 ഇവരുടെ മാർക്ക് 16 പക്ഷേ +2 ഇവർക്ക് കണ്ടോ ഫിസിക്സ് പോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ 39 മാർക്കാണ് അവർക്ക് കിട്ടിയത്. +2 സേ എക്സാം ഫെയിൽ ആയ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഫോട്ടോ കോപ്പി എടുക്കാൻ അതിനകത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യവും ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട നിങ്ങളെ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഇനി +1 +2 എക്സാം അടുത്ത മാർച്ചിൽ പബ്ലിക് എക്സാമിന്റെ കൂടെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. അപ്പം ഫെയിൽ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് സാധിക്കുക. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് മറ്റു ഓപ്ഷനുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോകൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പം നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു +1 +2 ചോയ്സ് ഒക്കെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളിപ്പം അതിനകത്ത് 2ലും മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് 2 കൂടി എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ നിങ്ങൾ എഴുതിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 കൂടി എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, 2ലും മാർക്ക് കുറവാണെങ്കിൽ. അതല്ല +2ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 എഴുതിയിട്ട് പാസ്സാകേണ്ട 36 അല്ലെങ്കിൽ 48 ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റിൽ എന്താണ് പ്രാക്ടിക്കൽ ഉള്ളത് 36 ഇല്ലാത്തത് 48, ഇംഗ്ലീഷ് ആണെങ്കിൽ 48, സയൻസ് സബ്ജക്റ്റുകൾ 36 അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ +1 എഴുതാം, +1ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 എഴുതാം. 2ലും ഏകദേശം ഒരേ മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതാണ് കൂടുതൽ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിനകത്ത് എഴുതാം. അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നുമല്ല നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് പലരും അതിനകത്ത് ഫെയിലായി, ചിലർ 17, 16, 15 മാർക്ക് അല്ലെങ്കിൽ കുറഞ്ഞ മാർക്കിനൊക്കെയാണ് അതിനകത്ത് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ 17 മാർക്കിൽ വന്നു നിന്നു, 18 വേണ്ടടുത്ത് അങ്ങനെ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സോ അതിലോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും പാസ് മാർക്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചത് അതുപോലെ തന്നെ വരണമെന്നില്ല. മാത്രമല്ല പഠിച്ചത് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 60 മാർക്കിന് വേണ്ടി പഠിച്ചാൽ നിങ്ങൾക്ക് 30 പകുതി മാർക്ക് കിട്ടിയാൽ 30 ആയില്ലേ. അപ്പം 18 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 20 വേണ്ടടുത്തൊക്കെ അതൊക്കെ എളുപ്പമായിട്ട് കിട്ടും, ഈസിയാണ്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് 18-ന് 20-ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഈ 10-ലും 11-ലും ഒക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പം +1 ഒരു വർഷം അതിനകത്ത് പഠിച്ചു, +2 പഠിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾ സേ എക്സാം എഴുതി, പക്ഷേ നിങ്ങൾക്ക് അത് എന്താകാൻ സാധിച്ചില്ല, അതിനകത്ത് ക്ലിയർ ആകാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിൽ അടുത്ത വർഷം എഴുതി എങ്ങനെയെങ്കിലും അത് പഠിച്ച് പാസ്സാവുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായി ഇന്നത് പഠിക്കണം, ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ആകാം. അത് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ ജോയിൻ ആവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിനകത്ത് കാര്യം, യൂട്യൂബിലായിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അല്ലാണ്ടെയും ഒക്കെ ഒരുപാട് എന്തുണ്ട് ക്ലാസ്സുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പരീക്ഷകളുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ഫിസിക്സ് നിങ്ങൾക്കറിയാം, കെമിസ്ട്രി നിങ്ങളുടെ പബ്ലിക് എക്സാം ഒക്കെ അറിയാം. ഒരുപാട് പേര് അതിനകത്ത് ഫെയിൽ ആയതിൻ്റെ കാരണം സാധാരണ കെമിസ്ട്രി ഒക്കെ പാസ്സായി പോകുന്ന സബ്ജക്റ്റാണ്. പണ്ടത്തെ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതിനകത്ത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാലാണ്, നിങ്ങളിപ്പം അതിനകത്ത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാലാണ് അതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിക്കുക. അപ്പം നിങ്ങൾ ജോയിൻ ആവുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ക്ലാസ്സുകളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഡെമോ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഡെമോ സെഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡെമോ സെഷൻസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്യാം. 77 36 70 70 45 അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ആയാൽ മതി. അല്ലാണ്ട് നിങ്ങളിപ്പം ഫീസ് കൊടുത്ത് ഒരു ക്ലാസ്സിൽ ജോയിൻ ആയി, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. നിങ്ങളുടെ പൈസ മാത്രമല്ല, നിങ്ങളുടെ 1 ഇയർ ആണ്. പിന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് ഫെയിൽ ആയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, പഠിച്ച് നിങ്ങൾക്ക് പാസ്സാകാം. പക്ഷേ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക, മാക്സിമം മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്.
അപ്പം നമ്മുടെ ഡെമോ സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെമോ സെഷൻസ് ലൈവ് ആയിട്ടുള്ള സെഷൻസ്, അതുപോലെ നിങ്ങൾക്ക് അതിനിപ്പം സാമ്പിൾ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അതിന്റെ റെക്കോർഡഡ് ആയിട്ട് യൂട്യൂബിൽ നമ്മൾ അതിനകത്ത് സേക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പം ഇനിയിപ്പോൾ ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മുടെ സാമ്പിളായിട്ട് റെക്കോർഡഡ് ക്ലാസ് കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള കമന്റുകൾ, സ്റ്റുഡൻസിന്റെ കമന്റ്, ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എവിടെ ക്ലാസ്സിന് ജോയിൻ ആവുകയാണെങ്കിലും നിങ്ങൾ അതിനകത്ത് ആദ്യം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ക്ലാസ്സുകളാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ആവുക. അപ്പൊ അതാണ് പറയുവാനുള്ള ഒരു കാര്യം. സോ നമ്മുടെ റിസൾട്ടുകൾ ഞാൻ അതിനകത്ത് സ്റ്റുഡൻസ് നമ്മുടെ സ്ട്രാറ്റജി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 60 മാർക്ക് മാക്സിമം മാർക്കിന് പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പകുതി മാർക്കെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ അത് എത്രത്തോളം വർക്കായി, നമ്മുടെ റിസൾട്ടിൽ അത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ റിസൾട്ട് കാണിക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ഫോട്ടോകോപ്പിയുടെ കാര്യം പറയാം. ഫോട്ടോകോപ്പി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോകോപ്പി എടുത്ത് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ചെക്ക് ചെയ്തു, അതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റിന് മാർക്ക് ഇട്ടിട്ടില്ല, അവർ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂട്ടി നോക്കി മാർക്ക് കൂട്ടി ഇട്ട സമയത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. കാരണം അതിനകത്ത് അത് അവരുടെ മിസ്റ്റേക്കാണ്, അതുകൊണ്ട് നമ്മുടെ ഒരു വർഷം പോകാൻ പാടില്ല. അപ്പം നമുക്ക് അതിനകത്ത് ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അപ്പൊ അതാണ് ഫോട്ടോകോപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ആ സ്ട്രാറ്റജി മാക്സിമം മാർക്കിന് പഠിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിലാണ് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഗുണം, എങ്ങനെയാണ് മാർക്ക് സ്കോർ വന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ കേസാണ്. ഇവിടെ ഇവർക്ക് നിങ്ങൾക്ക് അവരുടെ +1 ഇവർ നമുക്ക് സേക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ അടുത്ത് വന്നതാട്ടോ. സേ എക്സാമിന് വേണ്ടിയിട്ട് വന്ന സ്റ്റുഡൻ്റ് ആണ്. +1 +2 ഒന്നും ഇവർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇവരുടെ +1 ഫിസിക്സിലെ മാർക്ക് 18 ആണ്. അത് കണ്ടോ, ഇവിടെ സേ എക്സാം അതും വളരെ കുറഞ്ഞ ദിവസങ്ങളാണ്. പലരും നമ്മളെ യൂട്യൂബിൽ നമ്മളെ ഇതിനകത്ത് സേ എക്സാമിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ആയവരൊക്കെയാണ് പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ സേ എക്സാമിലോട്ട് കുറഞ്ഞ ദിവസങ്ങളാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഇവർക്ക് കണ്ടോ +1 ഇവർ ഒരു വർഷം പഠിച്ചിട്ട് 18 ആണ്. പക്ഷേ നമ്മുടെ കുറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് സേ എക്സാമിൽ ഇവർക്ക് 30 മാർക്കാണ് +2 ഫിസിക്സിന് കിട്ടിയത്. കെമിസ്ട്രിക്ക് ആണെങ്കിലും നിങ്ങൾക്കറിയാം അവരെ +1 മാർക്ക് നോക്കൂ 15. പക്ഷെ നമ്മുടെ ആ ഒരു സേ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊണ്ട് ഇവർക്ക് 31 മാർക്കിലോട്ട് എത്തി. കണ്ടോ, കെമിസ്ട്രിയിൽ ഇവർ B ഗ്രേഡിലോട്ട് വന്നു. അപ്പൊ ഫെയിൽ ആയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്ക് ചെയ്തത്. മാക്സിമം മാർക്കിന് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു 30ഉം 31 ഒക്കെ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഇനി നമ്മൾ അതിനകത്ത് അടുത്ത ഒരു റിസൾട്ട് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ +1 ഇവരുടെ മാർക്ക് 16 ആണ്. പക്ഷെ +2 ഇവർക്ക് കണ്ടോ ഫിസിക്സ് പോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ 39 മാർക്കാണ് അവർക്ക് കിട്ടിയത്, B ഗ്രേഡിലോട്ട്. കണ്ടോ, പിന്നെ 19 മാർക്ക് അതിനകത്ത് കെമിസ്ട്രി 2 സബ്ജക്ട് ഫെയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി 2 കൂടി ഒരുമിച്ച് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കണ്ടേ. അവർ ഈ കെമിസ്ട്രിയിൽ 19 ആയിരുന്നു +1 ഇല്ലെങ്കിൽ ഇവർക്ക് കണ്ടോ 27 ആണ് അവർക്ക് എന്ത് +2 നമ്മുടെ സേ ക്ലാസ്സുകൾ കൊണ്ട് അവർക്ക് കിട്ടിയത്, സേ എക്സാമിന് അവർക്ക് കിട്ടിയത്. അപ്പൊ അതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു. ഇനി മറ്റ് റിസൾട്ടുകൾ അതിനകത്ത് ഇതിപ്പോ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഇവിടെ 19 മാർക്കാണ് അവർക്ക് +1 ഉണ്ടായിരുന്നെങ്കിൽ +2 കണ്ടോ 32 ആണ് സേ എക്സാമിൽ അവർക്ക് ലഭിച്ചത്. അപ്പം ഇവരും B ഗ്രേഡിലോട്ട് വന്നു. അതുപോലെ ഇതൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ ലോ സ്കോറിൽ നിന്നും വന്ന സ്റ്റുഡൻസ് ഒക്കെ അതിനകത്ത് മികച്ച രീതിയിൽ അവർക്ക് മാർക്കുകൾ കിട്ടിയെന്ന് പറയുമ്പം അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് തന്നെയാണ്. കാരണം ഇനി അവർക്കൊരു കോഴ്സ് എടുത്ത് പഠിക്കാം, മാത്രമല്ല കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവിടെ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ 14 മാർക്ക് +1 കെമിസ്ട്രിയിൽ കണ്ടോ, +2 കണ്ടോ 30ലോട്ട് വന്ന് B ഗ്രേഡ് ആയത്. അപ്പം ആദ്യം അവരുടെ മാർക്ക് അവർ ഫെയിൽ ആയ സ്റ്റുഡൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതോടൊപ്പം തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാം 13 മാർക്ക്, അത് 26. അതിനകത്ത് 13, 26 ആയതല്ല, 13 +1 26 +2 സേ എക്സാം എഴുതിയപ്പോൾ. പിന്നെ 23 കെമിസ്ട്രിയിൽ അവർക്ക് എന്തായി, അത് 32 മാർക്ക് +2 കിട്ടി നമ്മുടെ സേ എക്സാം. അപ്പം അങ്ങനെ B ഗ്രേഡ് വന്നു. ഇതൊക്കെ സേ എക്സാമിനാട്ടോ, ഇവർ സേ എക്സാമിന് വേണ്ടി മാത്രം നമ്മുടെ അടുത്ത് ജോയിൻ ആയ സ്റ്റുഡൻസ് ആണ്. അതിനകത്ത് ഇവർ പലരും പറഞ്ഞത് +2 നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് സേ എക്സാം എഴുതേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇവരുടെ മാർക്ക് നോക്കിയാലും 19 ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ എന്തായി 29 അല്ല 19 +1 29 +2 അവർക്ക് കിട്ടി. അപ്പൊ നല്ല ഒരു ഡിഫറൻസ് +2 നമ്മുടെ സേ എക്സാം കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിന് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതെല്ലാം നമ്മൾ അതുപോലെ ഉള്ളതാണ്. ഇവിടെയും നിങ്ങൾക്ക് കാണാം 18 മാർക്ക് +1 ഉണ്ടായിരുന്ന കെമിസ്ട്രിയിൽ ഇവിടെ കണ്ടോ 29 മാർക്ക് B ഗ്രേഡിലോട്ട് വന്നു. പിന്നെ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല, 24, 27 B ഗ്രേഡിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു കേസിൽ ഇവിടെ 20 മാർക്ക് 28 മാർക്കായിട്ടുണ്ട്, B ഗ്രേഡ് വന്നു.
പിന്നീട് ഇവിടെ 18 മാർക്കും 24 മാർക്കും ബി ഗ്രേഡിലോട്ട് വന്നു. അപ്പം ഇത് അതിന് മുന്നത്തെ വർഷത്തെ നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ടായിരുന്നു മുന്നേ ഉള്ള സ്റ്റുഡൻസ് ഇവരെ ഒരുപാട് പേര് നമ്മുടെ അതിനകത്ത് ജോയിൻ ആയത്. ഇപ്പം ഞാൻ കുറഞ്ഞ റിസൾട്ടുകൾ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, ഇനിയും അതിനകത്ത് റിസൾട്ടുകളുണ്ട്. അപ്പം അതിനകത്ത് നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ അവരുടെ 8 മാർക്കാണ് +1 ഫിസിക്സിൽ. ഒറ്റയടിക്ക് അവർ വന്നത് അതുപോലെ കുറഞ്ഞ ദിവസം ഉള്ളായിരുന്നു എക്സാമിലോട്ട്. ആ ഒരു കഷ്ടി ഒരു 10-20 ദിവസത്തിന്റെ ആ ഒരു റേഞ്ച് അങ്ങാണ്. അപ്പോൾ അതിനകത്ത് കുറഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റയടിക്ക് +1-ലെ 8ഉം പിന്നെ +2-ലെ 18ഉം +1-ലെ 10 വേണമായിരുന്നു, 8 അല്ലേ ഉള്ളൂ. അങ്ങനെ 28 മാർക്ക് ഇവിടെ 28 മാർക്ക് ഇവിടെ കിട്ടി അത്. അതുപോലെ കെമിസ്ട്രിയിൽ അവർക്ക് 29 മാർക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. അപ്പോൾ അവർക്കൊക്കെയാണ് മുന്നേ പറഞ്ഞ ആ ഒരു മാർക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നമ്മൾ 30ഉം ഒക്കെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പം ക്ലാസ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. 77 36 70 70 45. കാരണം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് റിസ്ക് എടുക്കാനില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു വർഷം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾ അടുത്ത വർഷം പാസ്സാകണം എന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.